പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വൈകുന്നേരമാണ് എടുക്കുന്നത് കേട്ടോ. വീടിൻ്റെ അകത്തിരുന്ന് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ അല്ലേൻ്റെ അവിടെ നിന്ന് കോളിഫ്ലവർ പൊട്ടിച്ചിട്ട് മല്ലികേനെ വെച്ചു. ആ മല്ലികയിലത്തെ കമൻറ്റാണ് ആദ്യത്തെ വായിക്കുന്നത് കേട്ടോ. അശോക് വേൾഡ്. സിംഹഗർജനത്തെ വെല്ലുന്ന അല്ലേട്ടൻ്റെ സംസാരം കേൾക്കുമ്പോൾ ആരും ഭയന്നു പോകും. പക്ഷേ ഇതുപോലെ ഒരു പാവപ്പെട്ട മനുഷ്യനും നല്ലൊരു മനുഷ്യ സ്നേഹം വേറെ ഇല്ലാന്ന് തന്നെ പറയാം. ഒത്തിരി സ്നേഹമുള്ള അല്ലേട്ടൻ. അല്ലേൻ്റെ ശബ്ദം ആ വീടിൻ്റെ അവിടെ നിന്ന് അല്ലേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം, എല്ലാവരുടെ അവിടേക്കും ആ ശബ്ദം അലയടിക്കും, ഇവിടേക്കും വരെ കേൾക്കും. ശോഭന വർഗീസ്. എൻ്റെ പൊന്നോ, രണ്ടെണ്ണം കൂടി മനുഷ്യനെ ചിരിപ്പിച്ചു കൊല്ലും. അത് കുറച്ചിരിക്കാണ്ടായിരുന്നു. മല്ലിക എന്ന് പറഞ്ഞ വീഡിയോയിൽ ചിരിക്കാനാണ്ട് കണ്ടമാന കമന്റ് അങ്ങനത്തെയാണ്. ചിരിക്കാൻ കണ്ടമാനം ചിരിച്ചു അതിട്ടാണ് കമന്റുകൾ കൂടുതൽ. ആദർശ് പണിക്കർ. അജുവേട്ടൻ്റെ കോളിഫ്ലവർ മല്ലിക സൂപ്പർ. കോളിഫ്ലവർ മഞ്ചൂരിയൻ്റെ ഗണത്തിൽപ്പെട്ടതാണെങ്കിലും മറ്റു ചില രുചിക്കൂട്ടുകൾ അതും നാച്ചുറൽ ചേർത്ത് അജുവേട്ടൻ ഗംഭീരമാക്കി. പിന്നെ കുറച്ചു കാലത്തിന് ശേഷം അതിഗംഭീരമായ ഗാനവുമായി സരിത പൊളിച്ചു. പഴയ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറയ്ക്ക് തീർച്ചയായും ഈ ഗാനം ആസ്വാദികരമായി. പിന്നെ നമ്മുടെ കല്ലുകൊണ്ടുള്ള ബെഞ്ചിന് മുകളിൽ ഓടുപാകി ഒരു ട്രഡീഷണൽ ടച്ച് വരുത്തി. വളരെ സുന്ദരമായിട്ടുണ്ട്. ഷീറ്റ് പാകിയിരുന്നെങ്കിൽ ഇത്രയും ഗംഭീരമാകില്ലായിരുന്നു. പിന്നെ അല്ലേട്ട സ്വതന്ത്രമായ ശൈലിയിൽ കോളിഫ്ലവർ പറിച്ചു നൽകി തൻ്റെ ദാനശീലത സുതസിദ്ധമായ ശൈലിയിൽ തന്നെ ആസ്വാദകരമാക്കി. വീഡിയോയിൽ പങ്കെടുത്ത എല്ലാവർക്കും വിശിഷ്യ ജഗ്ഗുവിനും ക്യാമറാമാനും അഭിനന്ദനങ്ങൾ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. സന്തോഷം. നല്ല കമന്റ് കേട്ടോ. അതെ. അടുത്തത് രാഖി സജി. എൻ്റെ അജുവേട്ടാ, ഇങ്ങനെ ഒരു വെഗിളി ചേട്ടൻ കാണാൻ നല്ല രസമാണ്. ഇതുപോലൊരു വെപ്രാള ചേട്ടൻ എൻ്റെ കസിൻ ബ്രദറുണ്ട്. അപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട്. അതിപ്പോ അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ വെപ്രാളം ഭയങ്കരമായിട്ട് കൂട്ടും. അതന്നെ. ഒന്നുമില്ല. അടുത്തത് പോൾ ഡിയോർ. അങ്ങനെ തന്നെയല്ലേ. ഒരു വീഡിയോയിൽ അജു സരിത എന്ന് എത്ര പ്രാവശ്യം വിളിക്കുമെന്ന് എണ്ണി പറയാമോ? അത് ചേട്ടൻ എന്നോട് ഇന്നലെ മിന്നാന്ന് പറഞ്ഞ വൈകുന്നേരം എന്തിട്ടോ സരിത എന്ന് വിളിച്ചിട്ട് എന്തിട്ടോ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് പറയാം, ഒരു ദിവസത്തിൽ എത്ര വട്ടം ഞാൻ സരിത എന്ന് വിളിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചേട്ടന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ വട്ടം ഒരു വാചകം പറഞ്ഞതിൽ ചേട്ടാ ചേട്ടാന്ന് 2-3 വട്ടം പറയുന്നുണ്ടാവും. തിരിച്ച് ഞാൻ പേര് വിളിക്കണില്ല, ചേട്ടാന്ന് വിളിക്കണു. ചേട്ടൻ എന്നെ പേര് വിളിക്കണു. പിന്നെ അർജുൻ വി കെ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു ചേട്ടാ. കോളിഫ്ലവർ മല്ലിക എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും. കോളിഫ്ലവർ മല്ലിക വളരെ ടേസ്റ്റുള്ള സാധനം തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിലാണ്. നമ്മൾ കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കണല്ലേ എനിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ കുറെ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട്. കോളിഫ്ലവറിന്റെ അത്രക്ക് ഇഷ്ടമില്ലല്ലോ ചേട്ടൻ കോളിഫ്ലവർ ഒന്നും. എനിക്ക് അത്ര ഇഷ്ടമില്ല, പക്ഷെ ഇത് ഗംഭീരമായ സാധനം തന്നെയായിരുന്നു. അടുത്തത് സലീം മുഹമ്മദ്. വന്നു കയറിയ സരിതയെ അത്രമേൽ ഇഷ്ടവും ബഹുമാനം ഉള്ളത് കൊണ്ടല്ലേ ഭർത്താവിന്റെ സഹോദരന്മാർ കാര്യങ്ങൾ സരിതയോട് സംസാരിക്കുന്നത്. വന്നു കയറിയ വീട്ടിൽ അനുജത്തിയെ പോലെ സ്നേഹിക്കപ്പെടാൻ ഒരു ഭാഗ്യം വേണം. ഇതുപോലെ എന്നുമെന്നും നിലനിൽക്കട്ടെ കൂട്ടുകുടുംബം. പിന്നെ പാലക്കാട് റാവുത്തർ ബിരിയാണി നിങ്ങൾ ചെയ്യുന്നില്ല. ടൈം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞ ബിരിയാണി ഒന്ന് ചെയ്തു നോക്കൂ. റാവുത്തർ ബിരിയാണി ചെയ്യുന്നുണ്ട്, അത് സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. എന്തായാലും മറ്റേ ഇത് സരിതേനെ എല്ലാവരും കാര്യമായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വീട്ടിലുള്ളവരൊക്കെ. ഇവിടെയല്ലേ. അടുത്ത് മുല്ല ഷബീർ. കണ്ടമാനുണ്ടെങ്കിലും കുറച്ചേ ഉള്ളൂട്ടാ. ഈ വാക്യം അജുവേട്ടന് മാത്രം സ്വന്തം. എൻ്റെ വീടിനടുത്ത് തൈലം വിൽക്കാൻ വണ്ടിയിൽ 2 പേര് വരാറുണ്ട്. അവരുടെ വണ്ടിയിൽ അനൗൺസ്മെന്റ് ഇങ്ങനെയായിരുന്നു: ഒടിവ്, ചതവ് എന്നിവയ്ക്ക് കൊട്ടൻ ചുക്കാതി തൈലം ബെസ്റ്റ്. മടിച്ചു നിൽക്കാതെ കടന്നു വരുവിൻ. വലിയ ബോട്ടിൽ 100 രൂപ, ഇടത്തരം ബോട്ടിൽ 60 രൂപ, ഏറ്റവും ചെറിയ ബോട്ടിൽ 30 രൂപ. ഏറ്റവും വലിയ ബോട്ടിൽ വാങ്ങിച്ചോളൂ, കാരണം അതിൽ കൂടുതലുണ്ട്. ആ തൈലക്കാരുടെ അനൗൺസ്മെന്റ് പോലെയാണ് അജുവേട്ടൻ്റെ ഡയലോഗ്. കണ്ടമാനുണ്ടെങ്കിലും സാധനം കുറവാണ്. പിന്നെ കോളിഫ്ലവർ മല്ലികയും സരിതേച്ചിയുടെ മല്ലികയും ഗാനവും അടിപൊളി. പണ്ട് കേൾക്കല കടന്നു വരൂ അങ്ങനെ തന്നെയാ. അത് നമ്മൾ കണ്ടമാനെന്ന് ഉദ്ദേശിച്ചേ കോളിഫ്ലവർ 2 എണ്ണം പറിച്ചു കൊണ്ടുവന്നില്ല. അപ്പൊ അത് കണ്ടമാനുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കി വരുമ്പോ വളരെ കുറച്ചുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറിച്ചിട്ട് പിന്നെ ആ ഡവറയില് വെച്ചപ്പോഴും കുറെ ഉണ്ടായിരുന്നു. മസാല പരത്തി വെച്ചപ്പോ വറുത്ത് കോരുമ്പോഴും കുറെ ഉണ്ട്. പക്ഷെ എന്തിട്ടാ കോരിടുന്നത് തിന്നു തീർക്കാണ്. അതുകൊണ്ടാണ് ഇല്ലാണ്ടിരുന്നത്. അടുത്തത് റോസ്ലിയ. സരിത ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണ്. സന്തോഷം. അപൂർവമാണ് എന്നെ ഇഷ്ടമാണ് പറഞ്ഞിട്ടുള്ള കമന്റ് അറിയില്ല. ഒരു വീഡിയോയിൽ തലയിൽ മുഴ ഉണ്ടായതിനെ പറ്റി പെട്ടെന്ന് പറഞ്ഞു പോയി. അതേപ്പറ്റി പറയാമോ? അത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ.
അത് കൃത്യമായി പറഞ്ഞാൽ 10 വർഷങ്ങൾക്ക് മുൻപ് 2014 ഉണ്ടായത്. അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ കുറേ പേർക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും തലയിൽ മുഴ ഉള്ളതിൻ്റെ ലക്ഷണമല്ല. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ട്യൂമർ വരാമെന്ന് പറയുമ്പോൾ തലവേദന അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് തലവേദന നല്ലായിരുന്നേ. അപ്പോൾ ആ ലക്ഷണങ്ങളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്നതാവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. ഞാനിത് ഇത്രയും സീരിയസ് ആണെന്ന് അറിഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അഞ്ചേരിയിൽ ഒരു പെൺകുട്ടി ഇതേ സെയിം ഇതായിട്ട് മരിച്ചു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത്ര ഭയങ്കര ഒരു സംഭവമായിരുന്നുല്ലേ എന്ന്. ചെയ്യാട്ടാ, ഒരു ഹ്യൂമർ സ്റ്റോറി ചെയ്യാം. അടുത്തത് റിയാസ്. സരിത പാട്ട് പാടുമ്പോൾ അജുവിന്റെ മുഖഭാവം കണ്ടാൽ ലോട്ടറി എടുത്ത് അവസാനത്തെ ഒരക്കത്തിന് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു ഭാവം. എന്തിട്ടാടോ ഇങ്ങനെ പറയരുതിട്ടാ. തോന്നിയ അയ്യോ, അത് ഭയങ്കര ഉപമയായി പോയി. തളർത്തി. അല്ല, അവസാന ഒരക്കത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് ലോട്ടറി പോയിട്ടുണ്ട് കേട്ടാ. 75 ലക്ഷം മാരുതി കാറും 2003 ആലോചിക്കണം. കയ്യിൽ വന്ന ടിക്കറ്റാണ്. അപ്പൊ ആ ഭാവമായിരുന്നോ എന്റെ മുഖത്ത്? അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടാ? ഒരു അക്കത്തിന് റിയാസ് കണ്ടിട്ടുണ്ടാ? ഒരു അക്കത്തിന് 1ാം സമ്മാനം പോയിട്ടുള്ള. എന്തായാലും നന്നായി, നല്ല ഉപമയായിട്ടത്, അടിപൊളി. അടുത്തത് സുജിചന്ദ്രൻ. നിങ്ങൾ മല്ലിക ഉണ്ടാക്കുകയോ പച്ച ചുരിദാറിട്ട് കൊതിപ്പിക്കുകയോ പാട്ടുപാടി രസിപ്പിക്കുകയോ സ്വത്തിന്റെ പകുതി മീയുടെ പേരിൽ എഴുതി വെക്കുകയോ എന്നാ വേണേലും ചെയ്തോ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അടുത്തത് ടെസ്ല മൈ ഹീറോ. അജു പറഞ്ഞ വളരെ സത്യം. കോളിഫ്ലവർ കറി വയ്ക്കാനേ കൊള്ളില്ല. ശരിയാണ്. എനിക്ക് കുഴപ്പമില്ല കേട്ടാ, എനിക്ക് ഇഷ്ടാ. ഇത്തിരി ചാറോട് കൂടിയിട്ട് നമ്മൾ വെക്കില്ലേ മസാല. ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ് കോളിഫ്ലവർ കൊണ്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ വയ്ക്കും, എനിക്ക് ഇഷ്ടമില്ല. എന്താ, അതായത് ആ കോളിഫ്ലവറിലേക്ക് ഒന്നും ശരിക്കും പിടിക്കൂല. ഒരു തല്ലിപ്പൊളി സാധനം കോളിഫ്ലവർ കൊണ്ട് കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മസാല രസമില്ല. അടുത്തത് അനിലാകുമായി. സരിത മോളെ, അങ്ങനെ ആരും സരിതയെ അവഗണിക്കത്തില്ല. സരിത നല്ല ഐശ്വര്യമാണ്. കുശുമ്പൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അജുവിനെ പറയുന്നത് ക്യാമറയ്ക്ക് പുറത്തുള്ളത് സരിതയ്ക്കേ അറിയാവുള്ളൂ. ഇതൊന്നും ഒരു കുറ്റവുമല്ല. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. അടുത്തത് അനിത ഹരിദാസ്. അടുക്കളപ്പണി പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ല. എല്ലാ പണികളും ഷെയർ ചെയ്ത് ജീവിക്കുന്ന നിങ്ങൾ ഒരു മാതൃകയാവട്ടെ. ഇത് നമ്മുടെ ചാർലിനെ കൊണ്ടുവന്ന വീഡിയോ ഞാനിപ്പോ വായിക്കുന്നിട്ടാ. അപ്പൊ അതില് എല്ലാ പണിയും ഏതാണ്ട് ചേട്ടൻ തന്നെ ചെയ്യണ അല്ലേ? അത് പറയുമ്പോഴല്ല ആ വീഡിയോയില് ചേട്ടനാ ചെയ്യണേ പണികളൊക്കെ. അത് ചേട്ടൻ ചെയ്യാറുള്ള പണികളൊക്കെ ഞാൻ പറയുന്നുണ്ടായില്ലേ, അത് കറക്റ്റാ. പിന്നെ ഒരു പണി ഞാൻ വിട്ടുപോയതാണെന്നറിയോ, കാലത്ത് എണ്ണീറ്റിട്ട് തീ കത്തിച്ചിട്ട് വെള്ളം മിക്കവാറും അരി കഴുകിയിടല് തൊട്ട് ഞാൻ ചെയ്യും. ചോറ് കൂറ്റലൊക്കെ ഞാനാ ചെയ്യും. പക്ഷെ കാലത്ത് തന്നെ അവിടെ പോയിട്ട് തീ കത്തിച്ച് വെള്ളം അടുപ്പത്ത് വെക്കലൊക്കെ ചേട്ടൻ. അപ്പോ പിന്നെ അതല്ലാണ്ട് കുറെ പണികള് വീഡിയോയില് ഷൂട്ട് ചെയ്യണ സമയത്ത് മാത്രം ചേട്ടൻ ചെയ്യണ കാര്യങ്ങളുണ്ട്. അതും കൂടി കാണുമ്പോ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും ചേട്ടനാണ് ഒക്കെ ചെയ്യണത്. അല്ല, കുറെ കമന്റ് അങ്ങനെയുണ്ട്. സരിതയ്ക്ക് ഒരു പണിയില്ല, എല്ലാ പണിയും അജുവേട്ടനാ ചെയ്യണ പാവെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളിപ്പോ ഈ പണികള് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കമന്റ് എടുക്കുന്നത്. അതല്ല, ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പോ സാധാരണഗതിയിൽ എങ്ങനെയാ ചെയ്യാ? ഭർത്താവ് ചെയ്യണ പണിയും കൂടി വീഡിയോ എടുക്കണ സമയത്ത് ഭാര്യ ചെയ്യും. എന്നിട്ട് എല്ലാതും ആ പെണ്ണാണ് ചെയ്യണേ എന്ന് കാണിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അവര് അതിന് പറയണ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പണിയെടുക്കണ വീഡിയോക്ക് വ്യൂസ് കിട്ടും എന്നാണ് അവര് അതിന് പറയാറ്. നമുക്കറിയാവുന്നവരാട്ടാ, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോ എന്തിനാണ് അതിന് പോണേ? നമ്മളുള്ള പോലെ പോയിക്കോട്ടെ. അപ്പോ അങ്ങനെ. അടുത്തത് ഉഷശ്രീ. ഇങ്ങനെ മതിമറന്ന് ചിരിച്ച ഒരു ദിവസം ഓർമ്മയിലില്ല. അതില് കുറെ ചിരിക്കാനുണ്ട് പറഞ്ഞ പോലെ. ഞാനേ കമന്റ്സിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഇല്ലെന്ന് ഇറങ്ങിയ ചിരിച്ച് വയ്യാണ്ടായി എന്നൊക്കെയുള്ള കമന്റ്സ് കണ്ടപ്പോ ഞാൻ ഇത്രക്കുണ്ടായി വീഡിയോയിൽ ചിരിക്കാൻ വെച്ചിട്ട് ഞാൻ വീഡിയോ കണ്ടോക്കി. ഞാൻ അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ ഇരുന്ന് അങ്ങനെ കാണാറില്ല.
അപ്പം അത് കണ്ടു നോക്കിയപ്പോൾ നല്ല രസമായിട്ട് തോന്നി, എനിക്ക് തന്നെ ചിരി വന്നു. അടുത്തത് ഗിരിജാദേവി. സരിതയുടെയും അജുവിൻ്റെയും സംസാരം കേട്ട് ചിരിച്ച് മതിയായി. സെയിം ഇതുപോലെ എൻ്റെ ഹസ്സും എല്ലാം എൻ്റെ ഒപ്പം നിന്ന് ചെയ്തു തരും. ഹാപ്പി വീഡിയോ. അങ്ങനെ ഭർത്താക്കന്മാരെ ഹെൽപ്പ് ചെയ്യണവർക്ക് കുഴപ്പമില്ല കേട്ടാ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒട്ടും ഹെൽപ്പ് ചെയ്യാത്തവര് തോന്നുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നണേ. എല്ലാ പണിയും പെണ്ണുങ്ങൾ തന്നെ ചെയ്യണ ഒരാണുങ്ങൾ തിരിഞ്ഞു നോക്കാത്തവർക്ക് വേണമെങ്കിൽ ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. ചിലപ്പോ ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താക്കന്മാർ ചെയ്യണത് ഇഷ്ടമല്ലാത്തവരുണ്ട്. സ്വയം അവർക്ക് ഈ പണികളൊക്കെ ചെയ്യാനും സ്വന്തം കൈകൊണ്ട് എല്ലാതും ചെയ്ത് അങ്ങനെ ചെയ്ത് അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഭർത്താക്കന്മാരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ തന്നെ അവിടെ നിന്ന് ചീത്ത പറഞ്ഞ് ഓടിപ്പിക്കണവരും ഉണ്ട്. അങ്ങനെ പിന്നെ ഫിലിപ്പ് അനൂപ് ചിരിച്ചൊരു വഴിയായി, സൂപ്പർ എപ്പിസോഡ്. അങ്ങനെ കുറെ പേര് അങ്ങനെ. രഞ്ജിനി പ്രസാദ് വീഡിയോ കണ്ട് ചിരിച്ചു മതിയായി. ഭാര്യയെ സഹായിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം. സരിതേച്ചി അജുവേട്ടൻ തേങ്ങ ചിരകുമ്പോൾ ഞാൻ ചിരകണോ ചേട്ടാ? അത് കേട്ടപ്പോൾ ചിരി വന്നു. വെറുതെ ചോദിച്ചതാ. ചേട്ടൻ എന്തെങ്കിലും ഒരു അതിന് കൗണ്ടർ അടിക്കിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടൻ പറഞ്ഞില്ല. അടുത്തത് ഷാലറ്റ് സാംസൺ. അടുത്തിടെ ആണ് ഞാൻ നിങ്ങളുടെ ചാനൽ കാണാൻ തുടങ്ങിയത്. രണ്ടാളെ ഒത്തിരി ഇഷ്ടമാണ്. അജുവേട്ടന്റെ സംസാരം കേട്ടിട്ട് ചിരിച്ചൊരു വഴിയായി. അടുത്തത് സൂസി ഗ്യാബ്. ലോൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ടു ദ നെയിം പാട്രിക് പാറ്റേഴ്സൺ വാസ് അടിപൊളി, സോ ഫണ്ണി. അത് ഞാൻ കേട്ടിട്ടില്ല അതുവരെയ്ക്ക് ആ പേര്. ഓക്കെ, പെട്ടെന്ന് ഇങ്ങോട്ട് കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു ഭാഗ്യം അതിന് ചാർലി എന്നുള്ള പേര് അവിടെ നിന്ന് കിട്ടിയത്. ഭാഗ്യം. പാട്രിക് പാറ്റേഴ്സന്റെ ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരാൾ. ഞാനത് കാണിച്ചു തരാമായിരുന്നു. ഞാൻ കാണിച്ചു തരാം, ഇതിന്റെ സൈഡിൽ കാണിച്ചു തരാം. പാട്രിക് പാറ്റേഴ്സൺ ഭീമാകാരനായ ഒരാള്. അടുത്തത് രഞ്ജൻ വർഗീസ്. എൻ്റെ ഭാര്യ നിങ്ങളുടെ ആരാധികയാണ്. ഞാനും നിങ്ങളുടെ ആരാധകനായി. ഞങ്ങൾ അമേരിക്കയിലാണ്. അല്ല, അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഗുജറാത്ത് ഡിഷ് ചെയ്യൂ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അയച്ചു തന്നോളൂ. ഇവിടെ അതിന്റെ നമ്മുടെ മെയിൽ ഐ ഡി മെയിൽ ചെയ്താൽ മതിട്ടാ. അടുത്തത് SKJ. ചേട്ടൻ ചെയ്തു തരുന്ന പണികൾ പറഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളക്ക് ചെയ്ത സഹായം. അവളുടെ ഫോണിൽ നിങ്ങളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു ബ്ലോക്ക് ആക്കി. ക്ഷമിക്കണം, എനിക്കും ജീവിക്കണ്ടേ. തിന്ന പാത്രം കഴുകാത്ത നമ്മളോടാ കളി. അയ്യോ, ഈ കമന്റ് ഞാൻ അന്ന് വായിച്ചിട്ട് കൊറേ ചിരിച്ചു. അയ്യോ, ഒരു കമന്റ് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു. അടുത്തത് സാബൂസ് വേൾഡ്. അനിലേട്ടൻ ഉള്ള വീഡിയോ കണ്ടാൽ എനിക്ക് എൻ്റെ വാപ്പയെ കണ്ട പോലെയാണ്. വാപ്പ മരിച്ചിട്ട് 6 വർഷമായി. അടുത്തത് ബ്യൂട്ടിഫുൾ. അത് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റിൽ കേട്ടാ. സ്പാനിഷ് ഓംലെറ്റിൽ എനിക്ക് കുറച്ച് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ചേട്ടൻ എല്ലാതും ചെയ്തു, ഞാൻ ഉറങ്ങായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നേല് മുന്നേ തൊട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഞാൻ പറയാറില്ലേ. അടുത്ത് ബ്യൂട്ടിഫുൾ ടീന. സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഗാർലിക് വട്ടത്തിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്യണം. പിന്നെ പൊട്ടാറ്റോസ് ചിപ്സ് പോലെ ഫ്രൈ ചെയ്ത് ചേർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില ഇംഗ്ലീഷ് TV ചാനൽ റെസിപ്പി കണ്ടിട്ടിടൂ. ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ വേണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. സ്പാനിഷ് ഓംലെറ്റ് കുറെ തരത്തിലുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഉണ്ടാക്കാറുണ്ട്. ചീസും മറ്റേ ക്യാപ്സിക്കും ഒക്കെ ഇട്ട് ജഗ്ഗുനും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സാധനം അത്. പക്ഷെ അതുപോലെയല്ല ഉണ്ടാക്കാന്ന് നമുക്ക് വിളിച്ചു പറഞ്ഞവര് പറഞ്ഞു. ഇതേമാതിരിയാണ് ഉണ്ടാക്കുക. അടുത്തത് ധനേഷ്. പുച്ഛം സ്ഥായി ഭാവം. എന്തൊരു ജാടയാണ് ഒരു ഓംലെറ്റ് കഴിക്കാൻ ഈ സ്ത്രീ കാണിക്കുന്നത്. ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട. പക്ഷെ ആ പുച്ഛത്തോടെയുള്ള ഭാവം കണ്ടപ്പോ തന്നെ പോസിറ്റീവ് മൂഡ് പോയി. അതെ, അപ്പൊ നമുക്ക് ഇഷ്ടമല്ല. ഞാൻ ഇറച്ചി വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല. ഞാൻ അത് ശ്രദ്ധിക്കില്ല. എത്ര ടേസ്റ്റിൽ ഉണ്ടാക്കിയാലും ചേട്ടൻ കഴിക്കില്ല. അത് ഓരോരുത്തരതാണ്. നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം തുറന്നു പറയാനൊക്കെ ഇതുണ്ടല്ലോ. ഇപ്പൊ സരിതിക്ക് വേണമെങ്കിൽ പറയാൻ കഴിച്ചിട്ട് അല്ല ഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആർക്കാരും പറയാം. ഇപ്പൊ നമുക്ക് ക്യാമറ മറ്റേ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് മറ്റേ ഇരുമ്പുളി കഴിച്ചിട്ട് നല്ല മധുരം കാണിച്ചില്ല. അതുപോലെ അല്ല, നമ്മള് ഇത് നിങ്ങളോട് ഇത് ഇപ്പൊ സരിതിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയുന്നു. അതിനിപ്പോ അഭിനയിച്ച് കാണിക്കണമെങ്കിൽ വീഡിയോകൾ കാണാത്തത് കൊണ്ടാണ് നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാറുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ഉപ്പ് കൂടി അല്ലെങ്കിൽ മുളക് കൂടി ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവർ കണ്ടിട്ടില്ലേ വായിലേക്ക് കൊണ്ട് വെക്കുമ്പോഴേക്കും സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയും.
അപ്പോ എന്തിനങ്ങനെ പറയണേ, മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴേ എനിക്ക് ഈ നിറച്ച് സബോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കില്ലേ, അതും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. ആ സബോള ഇങ്ങനെ പച്ചക്ക് കടിക്കണ പോലെ ഉള്ളതില്ലേ. അതേസമയം സലാഡൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബീഫാ പോർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സബോളയൊക്കെ കൊത്തിരിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഇടില്ലേ, അപ്പം അത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം പച്ച സബോള കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഓംലെറ്റിൽ വരുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല. അപ്പം ചേട്ടൻ എന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഇവൾക്ക് മറ്റേതാ ഇഷ്ടമുള്ളൂ എന്ന് പറയണില്ലേ, അത് സത്യമാണ്. എനിക്ക് സബോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് സമയം ഒന്ന് വഴറ്റി, ഇത്തിരി സമയം അതൊന്ന് വാടുമ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കൊത്തിപ്പൊരിയാൻ. അതല്ലെങ്കിൽ പിന്നെ മുട്ടയിലേക്ക് ഈ വഴറ്റിയത് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ അപ്പാക്കിയിട്ട് എടുക്കുക, ഓംലെറ്റ് ആക്കിയിട്ട് കൊത്തിപ്പൊരി അല്ലാണ്ട്. അതും എനിക്ക് നല്ല ഇഷ്ടം. അതല്ലാണ്ട് ഉണ്ടാക്കുന്ന ഓംലെറ്റുകൾ എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ ഈ സ്പാനിഷ് ഓംലെറ്റ് ഇവർ മുന്നുണ്ടാക്കിയിട്ടുള്ളതല്ലേ, ചേട്ടനും ജഗ്ഗുനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതും എനിക്ക് ഇഷ്ടമില്ല. അത് ഇവരിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ചേട്ടനും ജഗ്ഗും. അതുണ്ടാക്കി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കേണ്ട, അത് അത്രയും ഹെവി ഫുഡ് അത്. പക്ഷെ എനിക്കിഷ്ടമില്ല അത്. ഉറക്കത്തിന്ന് ഞാൻ ഉറങ്ങുമ്പോ ചേട്ടൻ ഇത് ഉണ്ടാക്കിയതും അങ്ങനെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഉണ്ടാക്കണതൊന്നും. എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ് ആ സമയത്ത്. അങ്ങനെ കിങ് നാട്ടാളൻ, ഞാൻ ഇപ്പൊ തന്നെ പാമോയിൽ ഒഴിച്ച് ഓംലെറ്റ് ഉണ്ടാക്കി. അവസാനം ഒരു രസത്തിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇടിച്ച മുളക് പൊടി ഇട്ട്. ഇപ്പോ ഇത് മുളക് ചുട്ട ഓംലെറ്റ് ആയിരുന്നു. രജീഷ് വി നായർ, ചാലക്കുടിക്ക് സമീപം ഒരു കൊച്ചുണ്ണി വൈദ്യർ ഉണ്ട്. നാക്കുളുക്ക് വെള്ളികൾ എല്ലാം ഒറ്റമൂലി കൊണ്ട് മാറ്റി കൊടുക്കുന്നു. നോ നാക്കുളുക്കില് അത് നമ്മൾ അറിയാണ്ട് തന്നെ സംഭവിച്ചു പോണതാണ് കേട്ടാ. അത് വേണം നാക്കുളുക്ക്. പക്ഷെ ചില സമയത്ത് അത് ഭയങ്കര കൂടുതലാവുന്നു മാത്രം. ഇപ്പൊ നാളെ ചേട്ടൻ്റെ നാടകം ഉണ്ട്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത് ചേട്ടൻ തന്നെ അഭിനയിക്കണു കേട്ടാ അക്കാദമിയിൽ 6:30-ക്ക്. 6 മണിക്ക്. അതില് വലിയ കുറേ ഡയലോഗ് ഉണ്ട് ചേട്ടന്. അപ്പൊ ഞാൻ ചേട്ടനോട് പറയണ്ട, അത് ഡയലോഗൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ കോൺഫിഡൻസിൽ സ്പീഡ് കൂടാണ് പറയുമ്പോഴേ. കംപ്ലീറ്റ് തെറ്റാ. ചിരിച്ച് ഇവരെന്നെ ചിരിക്കുക, അഭിനയിക്കണവരെന്നെ. നമുക്കും ചിരി വരും. ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞാൻ ചേട്ടനോട് പിന്നെയും പറഞ്ഞോണ്ടിരിക്കണതാ, ഡയലോഗ് നന്നായി കിട്ടുന്നുള്ള കോൺഫിഡൻസിൽ സ്പീഡിൽ പറയല്ലേ ചേട്ടൻ, പതുക്കെ പറയും, നിർത്തി പറയിട്ടാ. അല്ലെങ്കിൽ ആകെ കൂടിയിട്ടൊക്കെ കൂടി ചേർന്നിട്ടേ വേറെ വാക്കുകളൊക്കെ വരണേ വായില്. അടുത്ത് ഷെഫീഖ് ക്യാൻഡി, അല്ല സരിതേ, നീ അഹങ്കാരം കൊണ്ട് എവിടെ എത്തും മോളെ? അപ്പോൾ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് ആണ് അഹങ്കാരം ഇത്. അടുത്തത് അതെ, മധു പുത്തൂർ രാമൻ, കിടന്നുറങ്ങുന്ന സരിതയും കിടക്കാതെ ഉറങ്ങുന്ന ചാർലിയും, ഓലയിൽ വന്ന് ഒലിവ് ഓയിൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചവരുടെ എണ്ണത്തിൽ വിജയം നേടിയ ജ്യൂസ് വേൾഡ്, നായകൾക്ക് ബിസ്ക്കറ്റ് തരാം എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഓംപ്ലേറ്റിന്റെ മണം മാത്രം കൊടുത്ത് പറ്റിച്ചു, അനിലേട്ടന് കൊടുത്തിട്ട് ബാക്കി ഉണ്ടോ എന്ന് എത്തി നോക്കിയ ചാർലിയെ പട്ടിയെ പറയാത്ത ചീത്ത പറഞ്ഞു ഓടിച്ചു. ഒന്നും കിട്ടിയില്ല എന്നറിഞ്ഞ് അനിലേട്ടൻ്റെ അടുക്കളയിൽ നോക്കിയിരിക്കുന്ന കാമ്രി ഓടിയതും മണപ്പിച്ചതും വെറുതെ ആയി പോയിട്ട് തളർന്നുറങ്ങിയ സ്വപ്നത്തിൽ അവൻ്റെ ഒരു സ്പാനിഷ് ഓംലെറ്റ് ശുഭം. അതിന് തൊട്ട് മുമ്പ് ചാർലിക്ക് ഒരു മുട്ട ഇതാക്കിട്ട് കൊത്തിപ്പൊരിച്ചിട്ട് ചോറ് കൊടുത്തുള്ളൂ. പിന്നെ ഇതിന്റെ ആവശ്യമില്ല, ഇത് നമുക്ക് തിന്നാനല്ലാണ്ടാക്കിയത്. ഉരുളങ്ങ ചിലപ്പോൾ കഴിക്കുന്നില്ല. അടുത്തത് സജീവ് കുമാർ, അഹങ്കാരത്തിന് കൈക്കാൽ വെച്ച വാമഭാഗം ഞാൻ. അടുത്തത് സുമം, രാവിലെ നിങ്ങളുടെ ചാനൽ ഓപ്പൺ അത് ഇന്നിട്ട വീഡിയോ നമ്മുടെ ഊഞ്ഞാലിൻ്റെ ഇന്ത്യയൊക്കെ പണി കഴിഞ്ഞത്. രാവിലെ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വീടും പരിസരം കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം അതിൻ്റെ താഴെ കൃഷ്ണ ഹരി, നിങ്ങൾക്ക് റീച്ച് കിട്ടാനും പിന്നെ പൈസയുടെ വാല്യൂ ഒന്നും അറിയില്ല, വെറുതെ കിട്ടുന്ന പൈസയല്ലേ, എന്തെങ്കിലും ചെയ്യാൻ തോന്നും, കണ്ടന്റ് കിട്ടുകയും ചെയ്യും, പൈസ അധികം ഉണ്ടെങ്കിൽ വല്ല പാവങ്ങൾക്കും കൊടുക്കും, പുണ്യം കിട്ടും, ഇങ്ങനെ അനാവശ്യമായി പൈസ കളയല്ലേ. ഇതിനുള്ള മറുപടിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കമന്റ് വായനയിൽ കഴിഞ്ഞ ആഴ്ച കമന്റ് വായനയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അടുത്തത് റയാൻ അയാൻ, പ്രവാസിയായി എനിക്ക് നാട്ടിലെത്തിയ പോലെയാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്, സന്തോഷം. അടുത്തത് അഭിഷ ഷംജി,
ചേട്ടാ ചേച്ചി ജഗ്ഗു നല്ല വീഡിയോ. രാവിലെ ഈ കിളികളുടെ ശബ്ദം കേൾക്കാൻ തന്നെ നല്ല ഒരു ഫീലാണ്. ഞാൻ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു യൂട്യൂബ് ഫാമിലിയാണ് നിങ്ങളുടെ. ഓ, വളരെ വളരെ സന്തോഷം. അപ്പൊ എത്ര വിലയുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലായില്ലേ? അതന്നെ. അടുത്തത് നിത ലിജോ. എന്തായാലും വീടും പരിസരവും ഒക്കെ സൂപ്പറായിട്ടാ. ചാർലി നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അജിചേട്ടൻ്റെ അടുത്ത് എത്തിയ അവൻ രക്ഷപ്പെട്ടു. കുറെ ഓടിക്കളിച്ച് നടക്കാലോ. എന്നും നിങ്ങളുടെ വീഡിയോസ് കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. സ്റ്റേ ബ്ലസ്ഡ് ഡിയേഴ്സ്. ചാർലിക്ക് ഇവിടെ എന്താ പറയാ, അല്ല ഓടി നടക്കാൻ അല്ല അതിന് എന്ന് പറയുന്ന ഒരു വാക്ക് പറയില്ലേ? തന്നെ ചാർലി ആർമാദിച്ച് കിടന്ന് നടക്കാണ്. ഇപ്പൊ കാമറി അടുത്തേക്ക് ചെല്ലുണ്ടത് മോന്തേമ ഇങ്ങനെ ഒരു തട്ട് കൊടുക്കുമ്പോ കാമറി മുരളുമ്പോ അത് പോവും. പിന്നെ വന്ന് മോന്തേമ തട്ടും. ടൈസനെയും ലോറേനെ അടുത്തേക്കും ചെല്ലണില്ല, അംബ്രോസിന്റെ അടുത്തേക്കും ചെല്ലണില്ല. അവരെ അകലെ കാണുമ്പോ തന്നെ മാറിപ്പോവും. കാമറിനും ടൈസന്റെ അടുത്ത് കളിക്കാൻ ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും. പക്ഷെ കാമറിക്കും ടൈസനും താല്പര്യമില്ല. സെറ്റ് ആയിക്കോളും. അതന്നെ. അംബ്രോസ് ഇങ്ങോട്ട് തീരെ വരാറില്ല. അപ്പൊ അംബ്രോസിനെ ഇത് അങ്ങോട്ട് പോകുമ്പോഴാണ് അംബ്രോസിനെ കാണുന്നത്. അപ്പൊ അംബ്രോസ് ഓടിയെത്തി കടിക്കാൻ നോക്കി. അപ്പൊ ആള് വലിയേട്ടന്റെ വീട് വരെ ആള് പോവുള്ളൂ, പിന്നെ തിരിച്ചാളുകൾ പോരും. അങ്ങനെ. അനിലാകുമാരി. വീടിന്റെ കോമ്പൗണ്ട് സൂപ്പറായി കേട്ടോ. ഇങ്ങനെ വേണം. ചെറിയ പാളിച്ചകൾ വരും, വിഷമിക്കാനില്ല. എന്ത് നല്ലതായി. ആ ഊഞ്ഞാലിരുന്ന മൂന്ന് പേരെയും ഒറ്റ കാര്യം പറഞ്ഞു ഓടിച്ചു. എന്നിട്ട് സരിത ഇരുന്നു. ആള് കാഞ്ഞതാന്ന്. അതെന്തിട്ടാ കാഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞാ? അല്ല, അവരെന്തിട്ട് ഞാൻ എന്തിട്ട് പറഞ്ഞിട്ട് ഓടിപ്പിച്ച ഞാൻ? അതായത് അവര് 3 പേര് ഇരുന്നിട്ട് അത് പൊട്ടാറാകുമ്പോഴാണ് നമ്മളെ വന്നിരിക്കുക, നമ്മളെ മേത്ത് വീഴുന്നത്, നിന്റെ മേത്ത് വീഴുന്നത്. അതാണ് പറഞ്ഞത്. ഹരൻ എസ് നായർ. കിഴക്ക് താമരപ്പൊയ്ക്കരികിൽ മരയിരിപ്പിടം, വടക്ക് വർണ്ണപ്പൂങ്കുടി, തെക്ക് വെണ്ണക്കൽ ചാരുപടി, പടിഞ്ഞാറ് ആടാൻ പൊന്നൂഞ്ഞാൽ. ഇവിടെ ഒന്നിരിക്കും. ബാലയിലത്തെ അങ്ങനത്തെ ഒക്കെ പുരാണ ഇതിലത്തെ ഡയലോഗ് പോലെ. കിഴക്ക് താമരപ്പൊയ്കയല്ല, പടിഞ്ഞാറാണ് താമരപ്പൊയ്ക. മര ഇരിപ്പിടം വടക്ക് ഭാഗത്താണ്. അതായത് വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത്. അതിന് വടക്ക് കിഴക്കേ ഭാഗത്താണ് മറ്റേ സ്റ്റോൺ ബെഞ്ച് കിടക്കണേ. മറ്റേ കിഴക്കേ അറ്റത്താണ് വർണ്ണപ്പൂങ്കുടിയിലുള്ളത്. പടിഞ്ഞാറ് തന്നെയാണ് ആടാൻ പൊന്നൂഞ്ഞാലൊക്കെ ഉള്ളത് കേട്ടാ. അങ്ങനെ. ദിവ്യാനിൽ. നിങ്ങൾ രണ്ടാളും പൊളിയല്ലേ. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഒരിക്കൽ ഞാനും വരും കാണാൻ. സരിതയുടെ ഒരു കോഫി പ്രതീക്ഷിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും വരും. കാപ്പിപ്പൊടി കഴിഞ്ഞു, ഞാൻ പറഞ്ഞോളാം ചേട്ടനോട് വാങ്ങിക്കാൻ. അപ്പൊ ഞാൻ വാങ്ങിച്ചോട്ടാ. ചേട്ടൻ ഇപ്പൊ കാപ്പി ചായ ഒന്നും കുടിക്കണില്ല കുറച്ച് ദിവസമായിട്ട്. കംപ്ലീറ്റ് ആയിട്ടും നിർത്തിയേക്ക പഞ്ചസാര. അപ്പൊ കാപ്പിപ്പൊടി കഴിഞ്ഞപ്പോ പറയാ അതിനൊക്കെ ഭയങ്കര വിലയാണ്. നമ്മള് മറ്റേ നെസ്കഫയാണ് വാങ്ങിക്കണത്. അതിന് ജാതി വില എന്തുടനാണ് അതിപ്പോ വാങ്ങിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടാ ചേട്ടൻ കുടിക്കാണ്ട കൂടി വാങ്ങിച്ചിട്ടില്ലേ ചോദിച്ചു. അപ്പൊ രാധാ നായർ. രാവിലെ ഫസ്റ്റ് നോക്കുന്നത് നിങ്ങളുടെ ചാനലാണ്. ഞാൻ ഒരുപാട് ചാനൽ കാണാറുണ്ട്, പക്ഷെ കമന്റ് ആർക്കും കൊടുക്കാറില്ല, നിങ്ങൾക്ക് മാത്രം. അതും ഇപ്പോൾ തുടങ്ങി. ഇന്നലെ എന്നെ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മറുപടി കൊടുത്തു. അയ്യോ അങ്ങനെ നമ്മൾ ചെയ്യില്ലല്ലോ. ഇന്ന് കമന്റ് ഇടുന്നില്ല എന്ന് കരുതിയതാണ്, എങ്കിലും ഒന്നുകൂടി ഇടുന്നു. ഓക്കെ സരിത എൻ്റെ അജ്ജു. അത് അപ്പൊ അങ്ങനെ ഒരു വട്ടം മറുപടി കിട്ടിയില്ലെങ്കിലും വീണ്ടും ഇടാൻ തോന്നിയല്ലോ ചേച്ചിക്ക്. സന്തോഷം. നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചാണ് കമന്റുകൾക്കൊക്കെ മറുപടിയും ലൈക്കും ഇതൊക്കെ കൊടുക്കണത് കേട്ടാ. ചില സമയത്ത് തീരെ സമയം കിട്ടില്ല നമുക്ക്. നാടക റിഹേഴ്സലും അങ്ങനെയൊക്കെ ആയപ്പോഴേ കുറേ കാലത്തിന് ശേഷമാണ് ചേട്ടാ അഭിനയിക്കുന്നത് ഗുഡ് നൈറ്റില് അല്ലേ? 1.5 കഴിഞ്ഞ കൊല്ലാണ് അഭിനയിച്ചത്. അത് മറ്റേത് ഈ നാടകം 8 കൊല്ലം മുമ്പ് കളിച്ചിട്ടാണ്. 2016 ഏപ്രിൽ 24-ാം തീയതി കളിച്ചിട്ടുള്ള അവസാനമായിട്ട് കളിച്ചത് 2016. അപ്പൊ ഡയലോഗ് എല്ലാം മറന്നു. കുറെ ഡയലോഗുണ്ട്, 2 പേരുള്ള ആകെ നാടകത്തില്. അപ്പോ അതിന്റെ ഇതും തിരക്കിലാണ്. അങ്ങനെ വീഡിയോ എന്നും ഇടണം, വീട്ടിലത്തെ പണികളും. എന്നാലും എങ്ങനെയെങ്കിലൊക്കെ ചില സമയത്ത് 12 മണി 1 മണി നേരത്തെ ഒക്കെയാവും. ഉറക്കം വരുന്നില്ലെങ്കിൽ ഞാൻ എണീറ്റ് നിന്നിട്ട് വീഡിയോക്ക് റിപ്ലൈ കൊടുക്കും. ഉറക്കം വന്നാൽ കിടന്നുറങ്ങും. അടുത്തത് ബിന്ദു കെ. മഴ നനഞ്ഞാൽ ഊഞ്ഞാൽ തുരുമ്പ് പിടിക്കില്ലേ, അതിനും വേണ്ട ഒരു മേൽക്കൂരാന്ന്. പിന്നെ അതിൽ തന്നെ ആളൊരു കമന്റ് കൂടി ഇട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് പണി ഉണ്ടാക്കി കൊടുക്കുന്ന വിശാല മനസ്കരാണെന്ന് നമ്മള്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മൾ ഓരോ പണികൾ ചെയ്യുമ്പോൾ വേറെ ആളുകൾക്ക് തൊഴിൽ കിട്ടല്ലേ എന്ന് വിചാരിച്ച് വേറെ ആളുകൾക്ക് പണി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണു എന്ന ഒരർത്ഥം അതിനില്ല. കുറെ പേരെയൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഓ നിങ്ങള് മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇഷ്ടത്തിന്
അപ്പൊ നമ്മൾക്കൊരു വീട് പണിയണത് അയ്യോ പാവം ആ വീട് പണിയുള്ളവർക്ക് പണി കിട്ടിക്കോട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാണ്. നമുക്ക് വീടുണ്ടാവണം നമ്മുടെ ആവശ്യമില്ലേ. ഇപ്പൊ അയ്യോ പാവം ഡോക്ടർമാരും നഴ്സുമാരൊക്കെ അവർക്ക് എന്തെങ്കിലും കാശ് വേണ്ട വെച്ചിട്ട് നമ്മൾ വെറുതെ ആശുപത്രിയിൽ പോകും. നമുക്ക് അസുഖം വരുമ്പോഴല്ലേ നമ്മൾ ആശുപത്രിയിൽ പോവാ. പക്ഷെ അങ്ങനെ എല്ലാം ഒക്കെ പരസ്പരം റിലേറ്റഡ് ആയിട്ടാണല്ലോ. നമ്മള് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയല്ലേ. അപ്പൊ എല്ലാതും പരസ്പരം ബന്ധപ്പെട്ട് എടുക്കുകയാണല്ലോ. അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടാ. അങ്ങനെ പിന്നെ ഊഞ്ഞാല് പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ മേലെ പെയിന്റ് വരില്ല. അടുത്ത ശ്രുതി പ്രദീപ്. അറിയാത്ത പിള്ള ചൊറിയും പറയും എന്ന പഴഞ്ചൊല്ല് പോലെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് അജുവേട്ടന്റെ കാര്യം. സരിതച്ചി ഫസ്റ്റ് പറഞ്ഞതാ ആ മരം ആ കുഴിയിൽ കൊള്ളില്ല എന്ന്. എവിടെ കേക്കാൻ? അതന്നെ ഒരു കാര്യം പറഞ്ഞ കേക്കില്ല. 2 ഇഞ്ച് ആ പഴയ ദിനങ്ങളും പൊന്തിരിക്കുന്നതാണ്. അത് പിന്നെ എന്താ വെച്ചാൽ ഞാൻ പുല്ല് വരുമ്പോ ഇങ്ങനെയായോളൂ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് നനയ്ക്കുമ്പോ അതിന് വെള്ളം കിട്ടണ്ടേ കടക്കിലേക്ക്. അതുപോലെ കുഴി എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഇത്തിരി കൂടി വട്ടത്തിൽ എടുക്കാതെ വെക്കാൻ. ഞാൻ മറിഞ്ഞു വേണ്ടാച്ചിട്ടാ. മറ്റേ നമ്മുടെ ഈ സാധനം മാറ്റിയില്ലേ അവര് ചേട്ടാ, മാങ്കോസ്റ്റിന് അവര് മാറ്റിയപ്പോ ആ 2 തമിഴന്മാരും കൂടിയിട്ട് എടുത്ത കുഴി കാണണം. അതിലെ ലാസ്റ്റ് വെള്ളം കണ്ടു. ഞാൻ ദൈവമേ ആ വീഡിയോ കണ്ടു നോക്കി അറിയാം. അത്രയും വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അവര് അടിപൊളിയാക്കിയിട്ടാണ് അത് അങ്ങനെ പറച്ചയിൽ കൊണ്ടുവച്ചത്. ഇത് നോക്കിയോളോ ഗംഭീരമാണത്. അടുത്ത റിയാസ്. ആ ലോകം ചെടി വിചാരിക്കുന്നുണ്ടാവും ഇവരുടെ ഓരോ മണ്ടത്തരങ്ങൾ കാരണം എന്നെ ഇങ്ങനെ മാറ്റി മാറ്റി അവസാനം വീടിന് പുറത്താകുമോ. അതൊന്നല്ല ഏറ്റവും വലിയ തമാശ. ആ ചെടിക്ക് ഒരു വട്ടം മാത്രം ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ള വേറെ ഒന്നുണ്ട്. നല്ലത് അത് 40 വട്ടം കിടയുന്നുണ്ട് അതിന്. പക്ഷെ എവിടെ കൊണ്ടിട്ടല്ല ആള് പിടിക്കും. പിറ്റേ ദിവസം തൊട്ട് പൂവുണ്ടാവും. ചേമ്പ് പോലത്തെ ഒരു ചെടിയില്ലേ, ചേമ്പ് എന്താ പറയാ, വാഴ പോലത്തെ ഒരു ചുവപ്പ് പൂവായിട്ട് അത് തൊയിലിക്കേടായി. അവിടെ സന്ധ്യ കളരിക്കൽ. സരിത പറഞ്ഞ ശരിയാ ചേട്ടാ. ഊഞ്ഞാലിന്റെ വളവ് ഇത്തിരി കൂടിപ്പോയി. ആ വളവ് ഇത്തിരി ഒരു ചെരുവ് മതിയായിരുന്നു. അത് അവര് കുറച്ചുകൂട്ടാ. അവിടെ പ്ലാവിന്റെ കടയ്ക്ക് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വളവിനേക്കാളും ഞാനത് പറഞ്ഞല്ലോ. അപ്പൊ അവരത് ഒന്ന് നിവർത്തി എന്നിട്ടാണ് ഇവിടെ വെച്ചത്. സാരമില്ല ചെയ്തു പോയില്ലേ, അധികം നേരം ഇരിക്കൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു കുഷ്യൻ ബാക്കിൽ വെച്ചാൽ മതി. പിന്നെ ചാർലി ഒരു പൊന്നോമനയാണ് കേട്ടോ. അവന്റെ കുസൃതികൾ നല്ല രസമുണ്ട് കാണാൻ. എന്ത് പെട്ടെന്ന് അവൻ നിങ്ങളോട് ഇണങ്ങിയത്. അവന് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ. ഓടി കളിക്കാൻ സ്ഥലമുണ്ടല്ലോ. അടുത്തത് സതീദേവി. പണിതീരാത്ത വീട് കളിയാക്കിയതല്ല കേട്ടോ. എൻ്റെ അച്ഛനും ഓർമ്മ വരും. അച്ഛൻ ഇങ്ങനെയായിരുന്നു, എന്നും മെയിൻ്റനൻസ് ആയിരുന്നു. അതുകൊണ്ട് വീട് എന്നും പുതിയതായിട്ട് ഇരിക്കും. ചാർലിയെ ഒരുപാട് ഇഷ്ടം. എന്തൊരു സ്നേഹമാണ്. പൊത്തിൽ തലയിടുന്നത് സൂക്ഷിക്കണം, പാമ്പുണ്ടാവും. ഒരുപാട് ഇഷ്ടം. ആ പൊത്ത് അടയ്ക്കാൻ പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അത് അടയ്ക്കും, താമസിക്കാൻ അടയ്ക്കും. കംപ്ലീറ്റ് സിമെന്റ് വെച്ചിട്ട് ആ സൈഡിൽ കുറെ അടയ്ക്കാണ്ട്. അപ്പൊ ആവശ്യം കൂടി അടയ്ക്കാണല്ലോ അങ്ങനെ പൊത്തുകൾ. കുറെ സിമെന്റും മണലും വേണ്ടി വരില്ലേ ആ മൊത്തം അടയ്ക്കണമെങ്കിൽ. അടുത്തത് തോമസ് മംഗലം. മരം മേൽക്കൂര തുരന്ന് പുറത്തേക്ക് പോയിക്കൊള്ളട്ടെ, അതിനുള്ള പ്രൊവിഷൻ ഇട്ടാൽ പോരെ, എന്തിനാണത് പറിച്ചു മാറ്റുന്നത്? കൊച്ചിയിൽ നമ്മുടെ ദാസേട്ടന്റെ വാർക്ക വീടിനകത്ത് കൂടെ ഒരു മാവ് ഇപ്പോഴും നിൽപ്പുണ്ട്. ഇപ്പോഴും അത് തളർക്കുന്നുണ്ട്, പൂക്കുന്നുണ്ട്, കായ്ക്കുന്നുമുണ്ട്. അല്ല ഇതിപ്പോ ചെറിയ തൈയാണല്ലോ, മാറ്റിയാലും കുഴപ്പമില്ല. ഇതെന്തിട്ടാന്നറിയോ, അത് മേൽക്കൂടെ വളർന്നു പോയിട്ട് അത് ഇനി വണ്ണം വെക്കുമ്പോ പ്രശ്നവും. കാറ്റ് വരുമ്പോ ബുദ്ധിമുട്ട് വേണ്ടെന്ന് വെച്ചിട്ടേ സമാധാനമായിട്ട് വളർന്നോട്ടെ, നേരെ പോയിക്കോട്ടെ. അടുത്ത് ഗ്രേസി വിൻസെന്റ്. നാരായണത്ത് ഭ്രാന്തന്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങളുടെ കാര്യം. ബെഞ്ചിൽ കിടന്ന് ആകാശത്തിൽ നക്ഷത്രങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ട് പോടുമേ. ഇപ്പൊ ഓട്ടും പുറത്ത് കിടക്കേണ്ടി വരില്ലേ. അടുത്ത് പബ്ലിക് റിപ്പോർട്ടർ PC. ഹലോ നമസ്കാരം. സുപ്രഭാതം പൊട്ടിവിടർന്നു. അജയേട്ടനും സരിതേച്ചിയും സൂര്യപ്രകാശം ഏൽക്കാൻ പുറത്തു വന്നിരുന്നു. അപ്പോൾ അവരുടെ തലയിൽ നിന്നും ആശയങ്ങളും അഭിപ്രായങ്ങളും പുറത്തു ചാടി. അത് പിന്നെ പ്രാവർത്തികമാക്കി ആ സന്തോഷം ജനങ്ങളുമായി പങ്കുവച്ചു. സരിത ചേച്ചി ഇനി പാൻറ് ഇടല്ലേ, കോഴിക്കാല് പോലെ തോന്നുന്നു. കോഴിക്കാല് കുഴപ്പമില്ലല്ലോ, കുക്കിന്റെ കാലല്ല കുഴപ്പം. കുക്കിന്റെ കാലെന്ന് പറയുമ്പോഴാണ് വണ്ണം പറഞ്ഞത്. കോഴിക്കാലെന്ന് പറയുമ്പോ എന്തിട്ട് ഉദ്ദേശിക്കണേ? കോഴിക്കാര് വണ്ണം കുറഞ്ഞ ഞങ്ങൾ കോഴിക്കാരെന്നല്ല കൊക്കിന്റെ കാലം നല്ല വണ്ണുണ്ട് കേട്ടാ. ഇനിയും വണ്ണായ ബോറാവും. അടുത്തത് ദീപക് ശർമ്മ. കാശ് കിട്ടുന്നത് മുഴുവൻ ഓരോ ആവശ്യമില്ലാത്ത പണികൾ ചെയ്യാതെ വല്ല പാവങ്ങൾക്കും കൊടുത്തൂടെ മിസ്റ്റർ റജു? കഴിഞ്ഞു. അപ്പോൾ വളരെയധികം കമൻറ്റുകൾ ഇനിയും വായിക്കാനുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കമൻറ്റുകളുണ്ട്. നല്ലത് എല്ലാം നമുക്ക് വായിക്കാൻ സമയം കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കമൻറ്റുകൾ നമുക്ക് വായിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ വായിക്കും. വായിക്കാത്തവർ വിഷമിക്കണ്ട. അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.